പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്കെത്തിയ സംഭവത്തിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടിക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയെയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജ ഹാൾ ടിക്കറ്റുമായി പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിയെ കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന് വ്യക്തമായതിനാൽ പോലീസ് വിട്ടയച്ചു. തൈക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നീറ്റ് പരീക്ഷയ്ക്കെത്തിയ തിരുവനന്തപുരം സ്വദേശിയായ വിദ്യാർത്ഥിയിൽ നിന്നുമാണ് ഇന്നലെ വ്യാജ ഹാൾ ടിക്കറ്റ് കണ്ടെത്തിയത്. ഹാൾ ടിക്കറ്റിന്റെ ഇരുഭാഗങ്ങളിലെയും വിവരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പരീക്ഷാ സെന്റർ കോർഡിനേറ്റർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി വിദ്യാർത്ഥിയെയും അമ്മയെയും ചോദ്യം ചെയ്തതോടെയാണ് വ്യാജ ഹാൾ ടിക്കറ്റിന് പിന്നിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയാണെന്ന സൂചന ലഭിക്കുന്നത്. എനിക്ക് ഡ്യൂട്ടിയിലൊന്ന് വെളിയെ പോകാൻ അപ്പോഴും സമയമില്ലാത്തതുകൊണ്ട് 5 മണിക്കൊക്കെ അടയ്ക്കുമല്ലോ എല്ലടോ. അതുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് PDF ആയിട്ട് എടുത്ത് അയച്ചു തന്ന് ഞാൻ പോയി എടുത്തതാണ്. കമ്പ്യൂട്ടർ വാട്സപ്പ് വഴി ഇട്ട് തന്നു. എക്സാം കയറിയതിന് ശേഷമാണ് പിന്നീട് അറിയുന്നത്. പരീക്ഷ എഴുതാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്നും ഹാൾ ടിക്കറ്റിന്റെ മുൻപേജ് മാത്രമാണ് പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുൻപ് പരിശോധിച്ചതെന്നും വിദ്യാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നേരെ വായിച്ചായിരുന്നു. ഇപ്രാവശ്യം പെട്ടെന്ന് അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ഫോം ടോപ്പിൽ കുറച്ച് മാത്രം വായിച്ചിട്ട് ഫിംഗർ പ്രിന്റ് ഒക്കെ വെച്ച് ഫോട്ടോ ഒട്ടിച്ചായിരുന്നു. നേരെ നോക്കിയില്ലായിരുന്നു. വിദ്യാർത്ഥിയുടെ അമ്മ 4 മാസം മുൻപ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മ അക്കാര്യം മറന്നുപോയി. വീഴ്ച മറച്ചുവെക്കാൻ വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകുകയും ചെയ്തു. പക്ഷേ ഹാൾ ടിക്കറ്റിലെ സാക്ഷ്യപത്രവും ബാർകോഡും തിരുത്താൻ ഗ്രീഷ്മയ്ക്കായില്ല. ഇതോടെ വ്യാജ ഹാൾ ടിക്കറ്റിൽ പിടിവീണു. ഗ്രീഷ്മയുമായി അന്വേഷണ സംഘം നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിലെത്തി തെളിവെടുപ്പ് നടത്തി. തുടർന്ന് പ്രതിയെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ജനം, പത്തനംതിട്ട.